അപ്പോൾ ഇന്ന് ചിക്കൻ കറി ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഭാഗത്ത് ഇതാ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഒന്ന് വെറൈറ്റി ആയിട്ട് കുറുമ മോഡലാണ്. പക്ഷേ കുറച്ച് പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ആ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് പൊട്ടാറ്റോ കാര്യങ്ങൾ ഒരു ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ. നല്ല വെല്ലുള്ളി വഴറ്റിയതിന് ശേഷം കുറച്ച് പൗഡേഴ്സ് ഇട്ടിട്ട് ആ പൗഡേഴ്സിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് തൈര് ഒഴിക്കുകയാണ്. പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് തൈര് ഇട്ടിട്ട് ഈ തൈരിൽ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി അത് ചിക്കൻ കുക്കാവുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്കുള്ള തേങ്ങ വറുത്തരച്ച് പാരണം. കറി ഇതാ അവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊരു കുറുമാണോ ചോദിച്ചാൽ കുറുമാണ്, പക്ഷേ വൈറ്റ് കുറുമല്ല, അങ്ങനത്തെ ഒരു കറിയാണ്. കാരണം വൈറ്റ് കറി ഇവിടെ ഇഷ്ടപ്പെടില്ല. എന്നാൽ കുറുമൻ്റെ ഒരു ഫ്ലേവറും വരും. അങ്ങനെ ഒരു വെറൈറ്റി ആയി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഓൺ റെസിപ്പിയാണ് ഇട്ടത്. ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ലൈവായിട്ട് ദോശ ചുടാമെന്ന് വിചാരിച്ചത്. അപ്പം ലൈവ് ദോശയുടെ കൂടെ ചിക്കൻ കറി കഴിക്കാം. പിന്നെ ബാക്കിയൊക്കെ എന്നെടുക്കണ പോലെ തന്നെ ആയതുകൊണ്ട് വീഡിയോ പ്രത്യേകിച്ച് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇനി ബാങ്ക് എടുക്കുമ്പോഴത്തും ജ്യൂസും കാര്യങ്ങളൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദോശമാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല നന്നായിട്ടുണ്ട്. ഇപ്പോൾ ചൂടാക്കല്ലേ, അപ്പോൾ ദോശ പെട്ടെന്ന് ചുടണം. അപ്പോൾ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇക്ക പറഞ്ഞ് നമുക്കിങ്ങനെ പോകാണ്ട് വേഗം നോക്കുക പറഞ്ഞപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ പെൻഡിങ്ങായി, ഫുഡ് കഴിക്കണമെന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് ഏഷ്യ നിസ്കരിച്ചത്. കോളേജിൽ ഒരു പള്ളിയിൽ പോയിട്ട് ഏഷ്യ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കാലിക്കറ്റ് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ കൂടെ പോയതാണ്. ഇങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിലൊക്കെ പോയി വെറുതെ ഇങ്ങനെ നടന്നിട്ടോ. അതേ കൂടെ ഒക്കെ ഡ്രസ്സ് കളക്ഷനൊക്കെ പെരുന്നാളിൻ്റെ ഒന്നോന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയോണ്ടിരിക്കുന്നു. അപ്പോൾ വലിയ റഷും കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ആദ്യത്തെ 10 വലിയ റഷും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവസാനത്തേക്ക് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നേരെ ബീച്ചിലോട്ട് വിട്ട് അവിടെ കുറേ ആൾക്കാരുണ്ട്. കാരണം എല്ലാവരും നോമ്പ് തുറന്നിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ട് കേട്ടോ. കാറ്റൊക്കെ കൊള്ളാൻ ചിലവർ നോമ്പ് തുറക്കാനായിട്ട് അങ്ങനെ ബീച്ചിൽ വരുന്നവരുണ്ട്. എന്നാലും ബീച്ചിലിരുന്ന് കുറച്ച് വൈബാക്കി. ഓരോരുത്തരും അവിടെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെ ഓരോ തിരക്കലും കേട്ടോ. പിന്നെ ബീച്ച് വന്നാൽ ഇത് മസ്റ്റാണല്ലോ. എന്തെങ്കിലും ഉപ്പിലിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഉപ്പിലിട്ട് വാങ്ങി. പക്ഷെ എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ഐസ്ക്രീമിലോട്ട് പോയി. ഞാൻ ടെൻഡറാണ് മേടിച്ചത്. ടെൻഡർ ഒരു സ്പാനിഷ് ഡിലൈറ്റ് മേടിച്ചു. കാരണം വീട്ടിൽ നിന്ന് ഓൾറെഡി ഫുഡ് കഴിച്ച് ലോഡായി പോയതാണ്. പിന്നെ അവിടെ കുറേ നടന്നപ്പം ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഐസ്ക്രീം സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഉണ്ട് ഒരു സൂപ്പിൻ്റെ ഏരിയ കണ്ടപ്പോൾ അവിടെ നല്ല ക്യൂ ആയി നിൽക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ എന്തോ വെറൈറ്റി ഉണ്ടെന്ന് തോന്നി നമ്മളവിടെ നിന്ന് സൂപ്പ് കഴിച്ചു. ഒരു ചിക്കൻ്റെ ഒരു കാടൻ്റെയും സൂപ്പ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ ഉള്ളിലൊക്കെ തിരക്കായിട്ട് നമ്മൾ പുറത്തിരുന്നിട്ട് അങ്ങനെ കഴിച്ച്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോരാ കേട്ടോ. നമ്മൾ ഇടുങ്ങിയ വഴിയിലൂടെ ഇങ്ങനെ പോരാന്ന് പറഞ്ഞു. വേറെ വേറെ റൂട്ടിലൂടെ ട്രൈ ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ
വെറൈറ്റി പോന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു ക്ലിപ്പിങ്സ് ആഡ് ചെയ്യാൻ മറന്നു കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറ്റിച്ചിറ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറേ നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നു. അവിടെ കുറേ ഇങ്ങനെ അവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമരിൽ കൊത്തി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് റൗണ്ട് ചെയ്യണം, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഫുള്ള് ടയേർഡായതുകൊണ്ട് ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നു, കുറച്ച് ചില്ലായി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ ബീച്ചിലായ ടൈമിൽ ബീച്ചിൻ്റെ ആ ഏരിയയിൽ തന്നെ ഒരു ഈറ്റിയ എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടേക്ക് ഇന്നാൾ പോയിരുന്നു. പക്ഷേ അവിടെ നല്ല ക്യൂ ആയത് കാരണം എന്താ പറയുക, ലോഡഡ് ഫ്രൈസ് ട്രൈ ആക്കാൻ പറ്റില്ല. ഇനി ഈ പ്രാവശ്യം ഏതായാലും ട്രൈ ആക്കണം എന്നാണ്. ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അങ്ങനെ ലോഡഡ് ഫ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതാ ഫൈനലി ലോഡഡ് ഫ്രൈസും നല്ല കോൾഡ് കോഫി ഓർഡറാക്കി. അങ്ങനെ ഞങ്ങളത് ട്രൈ ആക്കുകയാണ് ഗൈസ്. സംഗതി ചീസ് കുറച്ച് കുറവേന് കേട്ടോ. എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ട്രൈ ചെയ്യാതെ അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ചു. ഒന്നെണ്ണം ഓർഡർ ആക്കിയപ്പോൾ കഴിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. 3 പേരെ കഴിക്കുന്നിട്ടാണ് ഓൾറെഡി ഫുഡ് കഴിച്ചെന്ന് കിട്ടിയാൽ. പിന്നെ ഇതും കൂടി കഴിച്ച് മൊത്തം ലോഡായി. കോൾഡ് കോഫി തട്ടലായി. ഇത് കുടിച്ചോ ഞാൻ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട്. പിന്നെ നമ്മളവിടെ നിന്ന് മടങ്ങുകയാണ്. പക്ഷെ നൈറ്റ് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. 1 മണിയൊക്കെ ആയിരുന്നു. പക്ഷേ ബീച്ച് മൊത്തം ആളുകളാട്ടോ. എല്ലാവരും സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരാണ്. പക്ഷെ പൊലിച്ചൊക്കെ എണീക്കാനുള്ളതുകൊണ്ട് നമ്മളവിടുന്ന് വേഗം സ്ഥലം വിട്ടു. ഓരോരുത്തർ ഉപ്പിലിട്ട് കഴിക്കുന്നത്, ഒരു ഭാഗം ബിരിയാണി കഴിക്കുന്നു, ഒരു ഭാഗം ലോഡഡ് ഫ്രൈസ് ട്രൈ ആക്കണു. പിന്നെന്താ കാട, ചിക്കനൊക്കെ ലൈവായിട്ട് ഫ്രൈ, പല ഐറ്റംസും ഉണ്ട്. റമദാൻ സ്പെഷ്യൽ കേട്ടോ. നമ്മൾ പിന്നെ അവിടുന്ന് വണ്ടി തിരിച്ചിട്ട് നമ്മൾ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ പോന്നു. അങ്ങനെ ഞങ്ങളെ കോൾഡ് കോഫി കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അതും പിടിച്ചുകൊണ്ട് അങ്ങനെ, കാരണം വയറ് ഓൾറെഡി ഫില്ലായിരുന്നു. പിന്നെ ഇത് ട്രൈ ആക്കാറുണ്ട്. അങ്ങനെ അത് കഴിച്ചാണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ മടങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും അടിപൊളി ട്രിപ്പേനു. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം നോമ്പിന് പോകാമെന്ന് പറഞ്ഞ റിസ്ക്കാണ്. അപ്പം ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ വെറുതെ അങ്ങനെ പോയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നല്ല ലാഗായി എന്നറിയാം. സംസാരം നല്ല ടയേർഡാകുമ്പോഴാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എന്താ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റമദാൻ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.